ഒരു 25 ടോട്ടൽ വേണം. അതെ ബുക്ക് ചെയ്തിട്ട് അതെ. മസനോടി ഊട്ടി നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഡ്ഡലിയാണ് ബുക്ക് ചെയ്തത്. ഇതൊക്കെയാണ് ഒരു വൈബ് എന്ന് പറയുന്നത്. കാരണം ഫ്രണ്ട്സെ കൂടി വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊളിയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെതാ നമ്മൾ റൈഡും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുത്തുമലൈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ സ്റ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും മെയിൻ പരിപാടി ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് മസനഗുഡി ടു ഊട്ടി. ഊട്ടിയിലെ ആ ഒരു റൂട്ട് നമ്മൾ എന്താ പറയുക കുറേ നാളായി പോകണമെന്ന് പറഞ്ഞു, മസനഗുഡി ടു ഊട്ടി. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒരുപാട് ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ചെറിയൊരു ലോങ് ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു 3 days 4 days ആയിട്ടുള്ളൊരു ട്രിപ്പ് ഞങ്ങളെല്ലാവരും വരുന്നത്. സിനിമ ഒരു 1 day ട്രിപ്പ് ഇങ്ങനെ മെയിൻ സ്കൂളിൽ പോയേക്കണം. 1 day അല്ലെങ്കിൽ 2 day. പിന്നെ 3ാമത്തെ ദിവസം എന്തായാലും ഒരു സന്തോഷമുണ്ട്. റൈഡിൽ മെയിൻ ഒരു കാര്യമാണ് ഈ ഒരു ലഗേജും കാര്യങ്ങളൊക്കെ. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എന്താണെന്ന് പറഞ്ഞൊരു ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ടാസ്ക് ആയിട്ടുള്ളത് ഈ സംഭവം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ, ലഗേജ് ഇറക്കാനും അതിൽ തിരിച്ച് ലോഡ് ചെയ്യാൻ കാര്യങ്ങൾ. പക്ഷേ അതൊരു റൈഡിൻ്റെ ഒരു ഭാഗമാണ്. അത് നമുക്കൊരു അത്ര ഒരു പണിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഒരു രസമാണ്. എന്താ പറയുക, എന്തായാലും ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗായ്സ്, നമുക്കങ്ങനെ ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കൊമ്പനാണുള്ളത്. എൻ്റെ മയോ സീ ആന വളർത്താനാണ് അത് വളർത്താനേക്ക് വേറെ ആന അത് വളർത്തണേ ഗായ്സ്, അപ്പോൾ നമ്മളിതാ സഫാരിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പം നമ്മൾ ബസ്സാണ് ചൂസ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീപ്പിന് 6 പേർക്ക് അതുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. സഫാരി അതന്നെ നമ്മളങ്ങനെ നമ്മളെ ഫോറസ്റ്റിൻ്റെ ജീപ്പ് സഫാരിയും കാര്യമാണ്. ജീപ്പല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ബസ്സാണ് എടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് ബസ്സാണ്. ജീപ്പാകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, നിങ്ങൾ എത്ര ആളുകളുണ്ടെന്ന് നോക്കിയിട്ട്. അപ്പോൾ ബസ്സിലാണെങ്കിൽ 25 പേരായാലേ ഓരോ സ്റ്റാർട്ടും കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 10 പേരായിട്ടുണ്ട്. പിന്നെ വേറെ ആളുകൾ കൂടി വന്നതിന് ശേഷം അത് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം 25 ആളുകളാകാൻ വേണ്ടി, എന്നാലും ഇവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 10 പേര് 12 പേര് കണ്ട് ആയിട്ടുള്ളൂ. ഇനിയും ഒരു 25 ടോട്ടൽ വേണം. അതെ അതെ നിങ്ങൾ വരാൻ ആഗ്രഹിച്ചിട്ട് 25 പേര് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ബസ് കിട്ടുന്നത് 6 മണിക്ക്. അതെ ഒരു അല്ല ജീപ്പിനോട് എങ്ങനെയാ റേറ്റ്? 5500 രൂപ 5500 രൂപ അല്ലേ? ബസ് എടുക്കണ ബസ് 24 സീറ്റാണ്, 25 സീറ്റാ. അതിലാകുമ്പോ പെർ ഹെഡ് ചില്ലറ നമ്മുടെ ചെലവാകുള്ളൂ അല്ലേ? ബെറ്റർ. ഈ സാധനങ്ങളൊക്കെ എപ്പോഴാ കാണാൻ പറ്റൂല നമുക്ക് ഉറപ്പുവരാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ആന 10 മണിക്ക് ഓ ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? രാവിലെ പോയ ടീമാന്ന് തോന്നുന്നുണ്ടോ? ഫ്ലോപ്പായി ഗൈസ്. ഇവിടെ പരിപാടി ഒരുപ്പിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇന്നത്തെ പരിപാടിയും പോയി. ഇനി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 പേരുണ്ടല്ലേ ബസ് എടുക്കുള്ളൂ. ഇപ്പൊ ആകെ കൂടി 12 പേരുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതാണ്. വേറെ എന്ന് വെച്ചാൽ മസനഗുഡി ടു ഊട്ടി. അതാണ് മെയിൻ നമ്മുടെ പരിപാടി. വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അതാ എല്ലാ മച്ചാന്മാരും. എങ്ങനെയുണ്ട് സഞ്ജു? എന്താ പറ? ഭക്ഷണം കഴിച്ചിട്ട് പോവാല്ലേ? അതിന് ഏറ്റവും ബെറ്റർ അല്ലേ? എന്താ ഫുഡ് കഴിച്ചിട്ട് പോകുന്നല്ലോ അല്ലേ? അപ്പൊ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ കത്തിക്കൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് നോക്കുക. അപ്പോൾ ഈ പരിപാടി ഫ്ലോപ്പ്. ബൈ. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മസനഗുഡി ടു ഊട്ടിയാണ് കയറാൻ വേണ്ടി പോകുന്നത്. ആ റൂട്ടിലേക്കാണ് കയറാൻ വേണ്ടത്. അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മസനഗുഡി ടു ഊട്ടി ആ റൂട്ട് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് നമ്മൾ ഓർക്കണേ. അമ്മമാരോടെ ഉണ്ടോ? ആ അമ്മമാർ തന്നെ എത്തിക്കും. ഇത് റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചിട്ട് പോകാമല്ലോ പറഞ്ഞത്. ഇവിടെ ഫുഡില്ലേ? എടാ എന്താ അപ്സലേ, ഇവിടെ ഫുഡില്ലേ? ഇപ്പോൾ കഴിച്ചതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ റെസ്റ്റോറൻറ്റിലാണ് പോരാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ആ മസനഗുഡി ടു ഊട്ടി റോഡ് കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കണേ. ഇവിടെ എന്തുണ്ടെന്ന് അറിയത്തില്ല. ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ നമ്മൾ മസനഗുഡി ടു ഊട്ടി. ആ കുറേ നാൾക്കായിട്ടുള്ള നമ്മളൊരു ആഗ്രഹമാണ് ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റൂട്ടാണ്. എന്താ പറയുക, എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ ആ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ. ഗൈസ് അപ്പോൾ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഡ്ഡലിയാണ് കുക്ക് ചെയ്തത്. പിന്നെ എന്താ പറയുക, മസാല മല്ലിപ്പൊടി കുഴച്ച് പിടിച്ച് തിന്നോളെ. നമ്മുടെ ഇഡ്ഡലി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തത്? അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നോക്കിക്കേ, പിന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കിടിലാണ്. കാരണം വെച്ചാൽ ബാക്ക് സൈഡൊക്കെ അപ്പുറത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കാണുന്നത്. ഇതും ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെ. ഇപ്പോൾ നമുക്ക് റോഡും ഇത് മസനഗുഡി ടു ഊട്ടി ആ ഒരു റൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനും പറ്റും. നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു ആനേന, സാധാരണ നാടൻ ആന അപ്പം കൊണ്ടുപോകണേണ്. ഇത് അവിടെ നിന്നാട്ടോ വന്നത്. ആ ഒരു
ഇവിടെ എന്താ ആനപ്പന്തൽ എന്തോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സൈഡിൽ. അവിടെ നിന്നാണ് പീസാണ് ഈ ഒരു പുഴ സൈഡിൽ കൂടെ നീന്തി ഇങ്ങോട്ട് വന്നത്. ആനപ്പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ആ സൈഡിലല്ലേ അവിടെ അതിന് അവിടെ നിന്നാണ് വന്നത്. ഓ ടോപ്പും കാരണം ആ സെറ്റ് ഫുള്ള് ഏരിയ എന്ന് വെച്ചാൽ ആനപ്പന്തലും കാര്യങ്ങളും കണ്ടോ. ആനപ്പന്തൽ എന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ഈ കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആനേനൊക്കെ അല്ലേ മെരിക്കെടുക്കുക കുങ്കി ആനകൾ എന്നൊക്കെ പറയും. അതൊക്കെ ആ ഒരു ഭാഗത്താണ്. എന്താ കോഫിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കിടിലാണ്, അടിപൊളിയല്ലേ. ഒരു ചായയൊക്കെ എടുത്ത് കണ്ടോ അപ്പുറത്തെ സൈഡിലാണ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ആനപ്പന്തലും കാര്യങ്ങളൊക്കെ നല്ലൊരു വൈബ്, എന്താ പറയുക, കിടിലാണ്. അപ്പോൾ നമുക്ക് കോഫി കുടിക്കാം. നമ്മളിവിടെ നിന്ന് നേരെ മസനഗുഡി ഊട്ടി നേരെ മസനഗുഡി. ഊട്ടാണ് നമുക്ക് കാണേണ്ടത്. മസനഗുഡി ഊട്ടി ആ ശരി അതിന് ഇത് മറ്റേതാണ് ആനപ്പന്തല് കുറേ കിട്ടുന്നുണ്ട് മാങ്ങയൊക്കെ. അപ്പൊ കാഴ്ച നമ്മള് മസനഗുഡി ഊട്ടി ആ റൂട്ടാണ് ഇപ്പൊ പോകാം. ആ പോകുമ്പോഴുള്ള കാഴ്ചകളായിരിക്കും കാണാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ഊട്ടി മസനഗുഡി പോണ റൂട്ടിൽ നമുക്ക് ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പോയിട്ട് നമുക്കൊന്നും നടന്നില്ലല്ലോ. ആ ഒരു ഫോറസ്റ്റിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഷോ പോയി. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് ജീപ്പ് സഫാരി കിട്ടിയിട്ടുണ്ട്, ഒരു ഓഫ് റോഡും അതുപോലെ തന്നെ ഒരു ഓൺ റോഡും. അപ്പോൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ അനിമൽസിനെ കാണാൻ പറ്റുമെന്നാണ് ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ വന്ന വഴിക്ക് ഇത് മസനഗുഡി ഊട്ടിയാണ് ഈ റൂട്ട്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മളിവരെ കണ്ടത്. അപ്പോൾ സംസാരിച്ച് നമുക്കൊരു ബഡ്ജറ്റിൽ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് അനിമൽസിനെ വാച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയിട്ട് കാണാം. താക്കോൽ എടുത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഓഫ് റോഡാണ് പോണേ. ഓഫ് റോഡ് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? 3 കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററാണ് ഓഫ് റോഡ് ഉള്ളത്. ഓ ഓക്കെ. ആ കാണുന്ന ടോപ്പ് ഉണ്ടോ, അതുവരെ നമ്മൾ പോകുന്നതെന്ന് പറയണത്.
കുഴപ്പമില്ല അല്ലേ, കൊള്ളാതെ. നിങ്ങളിത് കാണുക. ഡേഞ്ചർ രക്ഷയില്ല. മോനെ ഇത് മിഥുൻ ചക്രവർത്തി കട്ടിക്കൊടുത്ത അമ്പലമാണ്. മിഥുൻ ചക്രവർത്തി മുരുകൻ ടെമ്പിൾ. മുരുകൻ ടെമ്പിൾ ആണ് കാണുന്നത്. ഓക്കെ, മുരുകൻ ടെമ്പിൾ മിഥുൻ ചക്രവർത്തി കട്ടിക്കൊടുത്തത്. ഇന്ത്യ ഹീറോ അറിയില്ലേ, ഇന്ത്യ ഹീറോ അവർ കട്ടിക്കൊടുത്ത അമ്പലം. അതിന്റെ റിസോർട്ടൊക്കെ ഈ മേലെ പോയിട്ട് താഴെ നോക്കിയാല് അവിടെ കാണും റിസോർട്ട്. അപ്പൊ ഈ ഏരിയ കണ്ട ബന്ദിപ്പൂര്, ഇത് മസനഗുഡി. ഓക്കെ ഗൈസ്, അപ്പൊ അതിന്റെ ടോപ്പിന്ന് ഈ കാണുന്ന ഏരിയ ഫുള്ള് മസനഗുഡി ആണോ. മസനഗുഡി ഏരിയ ആണ് ഈ കാണുന്ന ഫുള്ള്. നൈസാണ്. പൊളി വ്യൂ എന്ന് പറഞ്ഞാൽ പൊളി വ്യൂ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നൈസ്. നോക്കിയാല് ഈ മലന്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡ് നോക്കിയാല് ഒക്കെ കേരള വയനാടിന്റെ ഫോറസ്റ്റ്. ഇതൊക്കെ മുതുമല ടൈഗേഴ്സ് എന്ന് പറഞ്ഞാല് ഒരേ തമിഴ്നാട്, കേരള, കർണാടക, ഒരേ ജോയിന്റ് ഫോറസ്റ്റ്. 3 സ്റ്റേറ്റും കൂടി ഉള്ള ഒരു സ്റ്റേറ്റും കൂടി മിക്സ് ആയിട്ടുള്ള. ഓക്കെ, പക്ഷെ എന്തായാലും കിട്ടില്ലാണ്, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ വന്ന ആ റൂട്ടാണ് കേട്ടോ. നമ്മൾ വന്നത് ആ റൂട്ടിൽ നിന്ന് വന്നേക്കണം. അവർ കാണുന്നൊന്നും അറിയില്ല. താഴ്ത്തുനിന്ന് ആ ഒരു റൂട്ട് കയറിയാണ് ഇങ്ങനെ വന്നേ കേട്ടോ. എന്തായാലും പൊളിയാണ്. അപ്പോൾ പൊളി വൈബ്. ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സെ കൂടി വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊളിയാണ്. ഇതിന്റെ മുകളിൽ നിന്ന് ഒരു അടിപ്പം വ്യൂ ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ നമ്മൾ അവിടുന്ന് വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടി കാര്യങ്ങൾ അവിടെ ഇറങ്ങണം. അപ്പൊ അവിടെ നിന്ന് നേരെ നടന്ന് ഈ ഒരു ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കാൻ വേണ്ടി പോകണ്ട. അപ്പൊ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അല്ലേ. ആ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഊട്ടി
ഒക്കെ ആ ഒരു ഏരിയ ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്നാണ് ബ്രോ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഞാൻ പയ്യെ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഓഫ് റോഡ് ജീപ്പ് സഫാരി എങ്ങനെയുണ്ടാ? കുഴപ്പമില്ലല്ലേ? കൊള്ളാം. നമ്മളൊക്കെ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അല്ലേ, ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഓക്കെയാണ്. ഓഫ് റോഡ് കുറച്ചേ ഉള്ളൂ. അതെ, വെറുതാണ്. ആ ഒരു ചെറിയൊരു ഓഫ് റോഡ് ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊരു ജീപ്പ് ഓഫ് റോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ നേരത്തെ ഉണ്ടോ ഫസ്റ്റ് നമ്മൾ മുതുമലയുടെ ഫോറസ്റ്റിൽ ചെന്നിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ 25 പേരുണ്ടെങ്കിൽ ഒരു ബസ് അവിടെ നിന്ന് എടുക്കുള്ളൂ. അഥവാ നമുക്ക് ജീപ്പിൽ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പം നിങ്ങൾക്കും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബഡ്ജറ്റ് നോക്കുക. അതെ, ഈ ഒരു ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു ഓഫ് റോഡ് അല്ലേ, വലിയ ഓഫ് റോഡ് അല്ല, പക്ഷെ എന്നാലും നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെ, പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ സുഖമായിട്ട് ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതെ, ഇപ്പം ഈ ഏരിയ വരുന്നത് നമ്മൾ മസനൂടി ടു ഊട്ടി പോകുമ്പോഴാണ് കേട്ടോ. പക്ഷെ എൻ്റെ മോനെ ഗായ്സ്, ഒരു രക്ഷയില്ല. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞത് മാരകമാണ്. എന്റെ മോനെ, ഒരു സൈഡില് ആ സൈഡ് കർണാടക, ഇത് തമിഴ്നാട്, ഊട്ടി. എന്താലേ പൊളി വൈബ് എന്ന് പറഞ്ഞ പൊളി വൈബ്. അതെ ഗായ്സ്, ഇതൊക്കെയാണ് ഒരു വൈബ് എന്ന് പറയുന്നത്. കാരണം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇതേപോലെ ഒരു സ്പോട്ടിലേക്ക് വന്ന് എന്താ പറയാ, വല്ലാത്തൊരു ഫീലാണ്. തീർച്ചയായിട്ടും നിങ്ങളും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിൽ ചെറിയൊരു റൈഡൊക്കെ വിടുക. എന്താ പറയാ, ഗുഡാണ്. നമ്മൾ ഇവിടുന്ന് പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ട് പൊളിയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മുടെ ജീപ്പ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ നിന്നൊരു വേറൊരു ചെറിയൊരു റിവറിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഉള്ളൊരു ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി നോക്കണം. എന്തെങ്കിലും അനിമൽസിനെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്. നോക്കാം. അപ്പം അതാ വീണ്ടും നമ്മൾ ജീപ്പിൽ കയറാൻ പോവുകയാണ് ഗൈസ്. വീണ്ടും ഓഫ് റോഡ്. അപ്പോൾ നമുക്ക് വീണ്ടും ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാം. അതിൻ്റെ റിവേഴ്സ് സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓഫായി പോയി. പവറാണ്. പവർ ഓഫാക്കി. പെട്രോൾ കയറുന്നല്ല ഗൈസ്, നമ്മൾ ഇറക്കുമ്പോഴല്ല. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തതാണ്. വെറുതെ പെട്രോളാണ് അല്ലേ. നല്ല ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. എന്റെ വണ്ടി വിട്ടിട്ടാണ് ക്ലോസ് ചെയ്യാൻ പോയിട്ട് കാണുന്നില്ല. ഞാൻ ചോദിച്ചു ലോങ് നമ്മൾ ഇത്രയും അത് ഓടിയിട്ടില്ല. ഊട്ടിക്ക് നിങ്ങൾ പോവാം 1 മണിക്കൂർ ട്രക്കിങ്. അണ്ണാ എന്താ റൂട്ട് നല്ലതാണോ? ആ സൂപ്പറാ. അത് 1 വേ ആണ് ചുരം. വൺ വേ. ലോക്കൽ വണ്ടി മാത്രം താഴെ ഇറങ്ങും. ഓ
ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ ഓഫ് റോഡ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഏരിയ കൂടി പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ അനിമൽസിനെയൊക്കെ കാണുമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ സ്പോട്ട് ചെയ്തേക്കുന്നത് മാനിനെയൊക്കെ സ്പോട്ട് ചെയ്തായിരുന്നു. വേറെ എന്തെങ്കിലും കാണാൻ പറ്റും, ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാ നമ്മുടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അണ്ണമ്പ്രോ പോകുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. സംഭവം എങ്ങനെയുണ്ടാ റാസി പറ, എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എനിക്ക് കഴിഞ്ഞു. നമ്മൾ നേരെ പോകുന്നത് മസനഗുഡി ടു ഊട്ടി. നമ്മളെല്ലാവരും എന്താ പറയുക ആഗ്രഹിച്ച റൂട്ടിൽ തന്നെയാണ് കേട്ടോ. ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ വൈബ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ഓഫ് റോഡും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് കൂടി നമുക്ക് റൈഡ് ജീപ്പ് സഫാരി ചെയ്യാനും പറ്റി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയൊരു ഇതിനൊന്നും കണ്ടില്ലെങ്കിലും അത്യാവശ്യം ചെറിയ ചെറിയ എലിമെൻസിലൊക്കെ നമുക്ക് കണ്ടു. മാനിനെയും അതുപോലെ തന്നെ ചെറിയൊരു ഇതിനെ കാണാൻ പറ്റി. ഇപ്പോൾ ഇവരുടെ സ്പോട്ട് വരുന്നത് മുതുമലയിൽ നിന്ന് നമ്മൾ മസനഗുഡി ഊട്ടി പോണ റൂട്ടിലാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ പറഞ്ഞ നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ മസനഗുഡിയിലെ വീടൊക്കെ നോക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ അവിടെ? രസമുണ്ട് കാണാൻ. ഈ ഒരു മരമൊക്കെ ഗൈസ്, അപ്പോൾ അവർ കോഫി കുടിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. എന്നാൽ നമ്മൾ ആ ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ടയേർഡായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് എന്തായാലും പോകാൻ നോർത്ത്. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളിവിടുന്ന് കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് നേരെ ഊട്ടി ചെന്നിട്ടാണ് കേട്ടോ. ഊട്ടി ചെന്നാൽ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ കറങ്ങാൻ വേണ്ടി പോകുന്നു. ഓക്കെ.